നമുക്കിന്നൊരു കിടില മട്ടൻ കറി ആവാമല്ലേ? അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ 1 കിലോ മട്ടന് വേണ്ടിയിട്ട് 1/2 കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മളിവിടെ ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത് അതിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരപ്പൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചുവന്നുള്ളി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകം, ജാതിപത്രി ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മസാലക്കൂട്ട്. ഇനി മട്ടൺ പീസസും ഇട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മൂപ്പിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ചേർക്കുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്കി കൂടി ചേർത്തതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ? എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.